വായനാ ദിനത്തോടനുബന്ധിച്ച് പാടിയോട്ടുചാൽ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ PN പണിക്കരെ അനുസ്മരിച്ചു. വായനാ വാരാഘോഷത്തിന് തുടക്കം കുറിച്ച് പാടിയോട്ടുചാൽ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. മലയാളം അധ്യാപിക അന്നമ്മ ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചിത്ര സവിൻ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അജിത് ജോസഫ് വായനാദിന സന്ദേശം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ വായനാ മത്സരം, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, ആസ്വാദനക്കുറിപ്പ് അവതരണം എന്നിവയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പാടിയോട്ടുചാൽ. ചെറുപുഴ JMUP സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആചരിച്ചു. അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ ആ എഴുതി അക്ഷരദീപം തെളിയിച്ചാണ് വായനാ ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കുട്ടികൾ കൊണ്ടുവന്ന പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറിയും അവധിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പുകൾ ചേർത്ത് തയ്യാറാക്കിയ കൈയെഴുത്ത് മാസിക പ്രകാശനം ചെയ്തും അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ ആ എഴുതി അക്ഷരദീപം തെളിയിച്ചും ചെറുപുഴ JMUPയിൽ വായനാ ദിനം ആചരിച്ചു. ഹെഡ് മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ PE സീമ അധ്യക്ഷയായി. P ലീന, PV സ്മിത, സ്റ്റാഫ് സെക്രട്ടറി VV അജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.